ബാലേട്ട് നിർബന്ധിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അമ്മ പോവില്ലായിരുന്നു. എങ്ങനെ പറഞ്ഞാലും പോവും. അവരങ്ങനെ ഒരു അമ്മയാണ്. നമുക്ക് ഒരുമിച്ച് പോയെന്ന് വിളിച്ചാലോ? ഞാൻ വരില്ല. നിനക്ക് പോവാം. ഓ, ഞാൻ പോകാം. വിളിക്കാൻ ചെല്ലുമ്പോ അമ്മ പറയാൻ പോകുന്ന എന്താണെന്ന് ഇപ്പോഴേ പറഞ്ഞേക്കാം. നീ നിന്റെ വീട്ടിൽ പോകണം. എനിക്ക് എന്റെ മകനെ വിട്ടു തരണം. തയ്യാറാണോ? പിന്നെ വേറൊന്നും വേണ്ടേ? എങ്കിൽ ആ കാര്യത്തെ പറ്റി മിണ്ടായിരിക്കണം. മക്കളോടുള്ള സ്നേഹത്തിനും അപ്പുറമുള്ള ഒരുതരം ആധിപത്യം, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത മനസ്സ്, അതാണ് നിന്റെ അമ്മയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. പ്രായപൂർത്തിയായ മക്കൾ സ്വതന്ത്രരാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ അവർ തയ്യാറല്ല. അമ്മ പറയുന്നത് എന്തും അനുസരിക്കാന്നല്ലാതെ അതിന്റെ ശരിയും തെറ്റും ഇന്നുവരെ ഞാൻ ആലോചിച്ചിട്ടില്ല. നീയാണ് അമ്മയുടെ ഏറ്റവും വലിയ ബലം. അതുകൊണ്ടാണ് മകനുമായി പിണങ്ങിയപ്പോ അവർ നിന്റെ കൂടെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ഉണ്ണേട്ടം പറയൂ. ഭർത്താവിന്റെ അമ്മയിൽ നിന്നും സ്നേഹമുള്ളൊരു വാക്ക് കേൾക്കാൻ ഏത് മരുമകളാ കുറിക്കാത്തത്? അമ്മയ്ക്ക് കൂട്ടു നിന്നുകൊണ്ട് നീ ഇല്ലാതാക്കിയത് ആ പാവം പെണ്ണിന്റെയും സ്വന്തം സഹോദരന്റെയും സന്തോഷമാണ്. ക്ഷമിക്കണം ഉണ്ണിയേട്ടാ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാരമില്ല, അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാതെ അവരെ വീട്ടിലേക്ക് മടക്കി അയക്കണം. അത് നിന്റെ കൂടെ ചുമതലയാണ്. ഉണ്ണിയോടെ കോട്ടയത്ത് പോയിരിക്കാം. വൈകിട്ട് വരും. എന്തിനാ? കോടതി തുറക്കുമ്പോൾ ഒരു അന്യായം ഫയൽ ചെയ്യണം. അന്യായമോ? അതെ, ബാലനെയും അവന്റെ ഭാര്യയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. മിസസ് മേനൻ എന്തൊക്കെയായി പറയുന്നത്? ഞാനിവിടെ വന്നിട്ട് എത്ര ദിവസമായി? ഇതുവരെ അവനൊന്ന് തിരിഞ്ഞു നോക്കിയോ? ഒരു ഫോൺ ചെയ്തോ? അതിപ്പോ അവൾ അവനെ മയക്കിട്ടിരിക്കാ തമ്പി. അവൾ ചരട് വലിക്കുന്ന ഒപ്പം അവൻ തുള്ളും. പെറ്റ് വളർത്തിയ തള്ളയേക്കാൾ ഇന്നലെ കണ്ട ആ ചെറ്റ പെണ്ണാണ് അവന് വലുത്. ഗീത ബാലന്റെ ഭാര്യയല്ലേ? ഭാര്യ? എന്റെ പഠിക്കത്ത് കയറാൻ യോഗ്യതയില്ലാത്ത അവളാണ് ഭാര്യ. അവളെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അത് കഴിഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ കയറും. എന്താ നടക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ? കേട്ടോ? ഇതൊരു വലിയ കുടുംബകലഹത്തിലെ അവസാനിക്കത്തുള്ളൂ. നമ്മൾ അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല. ഇവരെ എങ്ങനെയാന്ന് തിരുത്തിയെടുക്കുക? അവര് പറയുന്നതിന് ഒത്ത് എറാമൂളുകയല്ലേ നമ്മൾ ഇതുവരെ ചെയ്തത്. ഇനി നമുക്ക് അടവൊന്ന് മാറ്റി പ്രയോഗിച്ചു നോക്കാം. എങ്ങനെ? അമ്മ പോയിട്ട് ഇതുവരെ ഒരു വിവരം അറിഞ്ഞില്ലല്ലോ. എന്തറിയാനാ? അവര് മകളുടെ കൂടെ സുഖമായിട്ട് കഴിയും. നമുക്കൊന്ന് പോയാലോ? നിന്നെ ഇത്രയേറെ വേദനിപ്പിച്ച അമ്മയെ നിനക്ക് ഇഷ്ടമാണോ? എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും അവരമ്മയാണ്. പെറ്റ അമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. നാളെ ഞായറാഴ്ചയല്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. കാല് പിടിച്ച് കരഞ്ഞെങ്കിലും ഞാൻ അമ്മയെ ഇവിടെ വിളിച്ചോണ്ട് വരും. മൈ ഗോഡ്, അടുക്കളക്കകത്ത് ചീട്ട് കളിയോ? എന്താ കൂടുന്നോ? കാശേറ്റാ ധിക്കാരികളെ നിർത്തിയിട്ടപ്പോ എന്ത് വേണം? നീയൊക്കെ അവിടുത്തെ വീട്ടിൽ ജോലി ചെയ്യുന്നോ? നിങ്ങൾ ഇവിടെ പോക്കിൽ പോകും പറഞ്ഞാലേ എന്താണോ? പിന്നെ ആരാ? മൈസ്രേട്ടോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി ഭരിച്ചാ മതി. ഇവിടെ ഞങ്ങൾക്ക് ശമ്പളം തരുന്നതേ വേറെ ആണുങ്ങളാ. എന്താ പറഞ്ഞത്? കുന്തം. കഴിഞ്ഞ പ്രാവശ്യം വന്ന് അലച്ചണ്ട ഉണ്ടാക്കിയിട്ട് പോയപ്പം ഇനി വരിയല്ലെന്നാ കരുതിയത്. പിന്നെ വലിഞ്ഞവര് വന്നിരിക്കുന്നു. നാശം. സ്വന്തം വീട്ടിൽ നിൽക്കാതെ ബന്ധുവീട് ഭരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. പോയി പണിമാക്ക് കൊണ്ടുവന്നാലേ. നിന്നെല്ലാം ഈ നിമിഷം ഇവിടെ നിന്ന് പിരിച്ചു വിട്ടില്ലെങ്കിൽ എന്റെ പേര് വസുന്ധരാമ എന്നല്ല. തമ്പി 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 എവിടെ? അപ്പഴേ നിങ്ങളുടെ കമ്പി കമ്പി എന്നുള്ള വിളി എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം എന്റെ ഭർത്താവാണ്, അല്ലാതെ നിങ്ങളുടെ വേലക്കാരനൊന്നുമല്ല കമ്പി കമ്പി എന്ന് വിളിക്കാൻ. രാജലക്ഷ്മി അമ്മേ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്താ മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളിവിടെ വന്ന് കുറെ ശല്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി. അന്ന് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇനിയൊരു കാര്യം, മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാതെ നിന്നാ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ മര്യാദ പഠിപ്പിക്കോ? അറിയാൻ പാടില്ലാത്ത പിന്നെ പഠിപ്പിച്ചു തരാതിരിക്കാൻ വെക്കുവോ? ഇങ്ങനെ ഉണ്ടോ ഒരു നാശം? എന്താ എന്തുണ്ടായി? തമ്പി ദാ പിന്നെയും വന്ന് കമ്പി. നിങ്ങളെ ഈ കമ്പി വിളി നിർത്തണമെന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. വിളിക്കണമെന്ന് അവനെ നിർബന്ധമാണെങ്കിൽ തമ്പി സാറേന്ന് വിളിച്ചുകൂടെ? എന്ത് സംഭവിച്ചു? തമ്പി സാറേ, അങ്ങനെ വിളി. നിങ്ങളുടെ വീട്ടു ജോലിക്കാരും ഭാര്യയും എന്നെ അപമാനിച്ചു. നിങ്ങൾ ഉടനെ ഒരു സമാധാനം ഉണ്ടാക്കണം. അയ്യോ, രണ്ടും പ്രബല ശത്രുക്കളാണല്ലോ. കേട്ടോ മിസസ് മേനോൻ, വീട്ടുജോലിക്കാർക്ക് ഇപ്പൊ യൂണിയൻ ഉണ്ട്. അവരുടെ ആക്രമണം തുടങ്ങുന്നതെന്നാണെന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ ഭാര്യ, അതിലും കുഴപ്പം.
ഇവളാണോ ഭാര്യ അതോ ഞാനാണോ ഭാര്യ എന്നുള്ളത് ഇന്നും തീരുമാനത്തിലെത്തിയിട്ടില്ല. പിന്നെ മിസസ് മേനോന് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് കേൾക്കാം. ഏറ്റെന്നാ തോന്നണേ. ഉണ്ണി, എന്നെ അപമാനിക്കാനാണ് നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്? എന്താ അമ്മേ, എന്ത് സംഭവിച്ചു? ഉണ്ണിയുടെ അമ്മയും ഇവിടുത്തെ വീട്ടു ജോലിക്കാരും എന്നെ അപമാനിച്ചു. ഉണ്ണിയുടെ അച്ഛനുമായി സൈഡ് ചെയ്യുന്നു. ഓഹോ, അങ്ങനെയാണോ കാര്യം? ഇതിനുടനെ ഒരു സമാധാനം ഉണ്ടാക്കണം. ഐ വാണ്ട് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. അമ്മ പറയൂ, എന്ത് ചെയ്യണം? ഈ വീട്ടിൽ നിന്ന് ഇന്ന് തന്നെ മാറണം. ഒരു വീട് വാടകയ്ക്ക് എടുത്ത് നമുക്ക് വേറെ താമസിക്കാം. അത് നടക്കില്ല അമ്മേ. Why? എന്തുകൊണ്ട് നടക്കില്ല? എന്റെ ഭർത്താവിന് സ്വന്തമായ ഒരു വീടുള്ളപ്പോ ഞാൻ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നത് ന്യായമാണോ അമ്മേ? അപ്പൊ ഞാൻ ഈ അപമാനം സഹിച്ചുകൊണ്ട് ഇവിടെ താമസിക്കണമെന്നാണ് നീ പറയുന്നത്? അതുകൊണ്ടാണ് ഞങ്ങളോട് ഒന്നിച്ച് ഇങ്ങോട്ട് പോരണ്ടെന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞത്. അമ്മ കേട്ടോ? അമ്മ കൂട്ടത്തിൽ പോരാൻ വാശി പിടിച്ചപ്പോ പറയാമെന്നല്ലാതെ ബലം പ്രയോഗിച്ച് തടയാൻ പറ്റുമോ? ബുദ്ധിമുട്ടുകൾ ഇനിയും കൂടാനാണ് സാധ്യത. സുലേനെ, നിന്റെ സ്വന്തം അമ്മയുടെ കാര്യമാണെങ്കിലും പറയുന്നത് ക്ഷമിക്കുക. അവർക്ക് വട്ട. അച്ഛാ, ഏതമ്മയുടെ കാര്യ പറയുന്നത്? കൊല്ലും. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്നെന്നും സന്തോഷവും സമാധാനവും നിലനിൽക്കട്ടെ. തമ്പി സാറേ, ഞാൻ എന്താ ഈ കാണുന്നത്? എന്തു പറയാനാണ് മിസസ് മേനോൻ? പിള്ളേര് വൈദേശി വാഞ്ചിരിട്ട് വന്നിരിക്കുന്നു. അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റുമോ? മക്കളെ, അതിന്റെ കാലിൽ തൊട്ട് നമസ്കരിക്കേ. എന്റെ കാലിലാരും തൊടണ്ട. രാധികയെ, നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നു അല്ലേ? മുത്തശ്ശി, മുത്തശ്ശിക്ക് വട്ടുണ്ടോ? മുത്തശ്ശിക്ക് വട്ടുണ്ടെന്ന് അച്ഛനും അമ്മയും പറയുന്നു. നേരാണോ മുത്തശ്ശി? എനിക്ക് വട്ടാണെന്നോ? എനിക്ക് വട്ടാണെന്നോ?